ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Galaxy made of ABS material. നമസ്കാരം. ജില്ലാ വാർത്തകൾ. സ്നേഹമാണ് സ്ത്രീ, സഹാനുഭൂതിയാണ്, പങ്കാളിയാണ്, കൈത്താങ്ങാണ്. സ്നേഹമുറ്റി നിൽക്കുന്ന അമ്മയെന്ന പദവി അവൾക്ക് മാത്രമുള്ളതാണ്. സ്ത്രീയുടെ മഹിമ വിളിച്ചോതി മറ്റൊരു വനിതാ ദിനം കൂടി കടന്നുപോവുകയാണ് മാർച്ച് 8-ന്. ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. RMP സ്ഥാനാർത്ഥികളെ മാർച്ച് 12-ന് പ്രഖ്യാപിക്കും. പ്രധാന നേതാക്കൾ മത്സരരംഗത്തുണ്ടാകുമെന്ന് സൂചന. LDF-ൽ നിന്ന് RSP പുറത്തു വന്നാൽ പിന്തുണയ്ക്കുമെന്ന് N. വേണു. SFI കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന് ഗവൺമെന്റ് പോളിടെക്നിക്കിൽ ഉജ്ജ്വല തുടക്കം. അഖിലേന്ത്യാ പ്രസിഡന്റ് V. ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. മാർച്ച് 8 ലോക വനിതാ ദിനം. ബോധവൽക്കരണ പരിപാടികളുമായി ജില്ലയിൽ വിവിധ സംഘടനകൾ. വിശദമായ വാർത്തകളിലേക്ക്. RMP സ്ഥാനാർത്ഥികളെ ആലപ്പുഴയിൽ 12-ന് നടക്കുന്ന സംസ്ഥാന നേതൃയോഗത്തിന് ശേഷം പ്രഖ്യാപിക്കുമെന്ന് N. വേണു. RMPയുടെ പ്രധാന നേതാക്കൾ മത്സര രംഗത്തുണ്ടാകും. സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് പുറത്തു വന്നാൽ RSPയെ പിന്തുണയ്ക്കും. RSP അവരുടെ നിലപാട് വ്യക്തമാക്കണമെന്നും N. വേണു കോഴിക്കോട് പറഞ്ഞു. ഇപ്പോൾ RSPയും LDF പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ RSP എടുക്കുന്ന നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊല്ലം സീറ്റിൽ എങ്ങനെ സഹായിക്കണം എന്നതിനെ സംബന്ധിച്ച് ഉൾപ്പെടെ അത്തരം സംയുക്ത ആലോചിക്കും. RSP ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ട് അവരുടെ നിലപാട് വ്യക്തമാക്കിയാൽ അതിനനുസരിച്ച് RSPയുമായി സഹകരിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് പ്രയാസമില്ല. SFI കോഴിക്കോട് ജില്ലാ സമ്മേളനം വെസ്റ്റ് ഹിൽ ഗവൺമെന്റ് പോളിടെക്നിക്കിൽ ആരംഭിച്ചു. വിദ്യാഭ്യാസ സെമിനാർ, ചർച്ചകൾ, പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 2 ദിവസത്തെ സമ്മേളനത്തിൽ നടക്കും. സംസ്ഥാന സെക്രട്ടറി M. സമീഷ് പതാക ഉയർത്തിയതോടെയാണ് 2 ദിവസം നീണ്ടു നിൽക്കുന്ന SFI 42ാമത് കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന് വെസ്റ്റ് ഹിൽ ഗവൺമെന്റ് പോളിടെക്നിക്കിൽ തുടക്കമായത്. രക്തസാക്ഷി മണ്ഡപത്തിൽ ജില്ലാ പ്രസിഡന്റ് P. K. സുമേഷ് പുഷ്പാർച്ചന നടത്തി. SFI അഖിലേന്ത്യാ പ്രസിഡന്റ് ഡോക്ടർ V. ശിവദാസൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമാഗതമായ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥി പ്രസ്ഥാനം ഏത് ഭാഗത്ത് നിൽക്കുന്നുവെന്നത് നിർണായകമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയ്ക്കായി രാജ്യം വളരെ ചെറിയ തുകയാണ് നീക്കിവെക്കുന്നത്. ഈ അവസ്ഥ മാറേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്ന് പറഞ്ഞാൽ ലോകത്ത് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇതര രാജ്യങ്ങൾ ചെലവഴിക്കുന്നതിന്റെ ശരാശരി, ലോകത്തിലെ ആകെ ശരാശരി 4.9. ആ 4.9-നേക്കാൾ കുറഞ്ഞ ചെലവാണ്, വകയിരുത്തലാണ് നമ്മുടെ രാജ്യത്തിലെ ഗവൺമെന്റ് വിദ്യാഭ്യാസത്തിന് വേണ്ടി നീക്കിവെക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി TP ബിനീഷ്, ജില്ലാ സെക്രട്ടറി V. കിരൺ രാജ്, DYFI ജില്ലാ സെക്രട്ടറി N. രാജേഷ്, T. സുജൻ, MM. ജിതേഷ്, PT. അമർജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി റിപ്പോർട്ട് അവതരണം, ഗ്രൂപ്പ് ചർച്ച, പൊതുചർച്ച, വിദ്യാഭ്യാസ സെമിനാർ, രക്തസാക്ഷി പ്രതിജ്ഞ തുടങ്ങിയവ ശനിയാഴ്ച നടന്നു. പൊതുചർച്ചയ്ക്കുള്ള മറുപടിയും പുതിയ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ളവ ഞായറാഴ്ച നടക്കും. സ്ത്രീ സുരക്ഷയ്ക്ക് സമ്പൂർണ്ണ മദ്യനിരോധനം ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി വനിതാ വിഭാഗം ബീവറേജസ് കോർപ്പറേഷന്റെ മദ്യവിൽപ്പനശാല ഉപരോധിച്ചു. കോഴിക്കോട് പാവണി റോഡിലെ മദ്യവിൽപ്പനശാലയാണ് വെൽഫെയർ പാർട്ടി പ്രവർത്തകർ ഉപരോധിച്ചത്. മദ്യത്തിനെതിരായ പോരാട്ടം സ്ത്രീകൾ നയിക്കുമെന്ന മുദ്രാവാക്യത്തോടെയാണ് വെൽഫെയർ പാർട്ടി വനിതാ വിഭാഗം പ്രവർത്തകർ ബീവറേജസ് കോർപ്പറേഷന്റെ കോഴിക്കോട് പാവമണി റോഡിലെ മദ്യവിൽപ്പനശാല ഉപരോധിച്ചത്. രാവിലെ 11 മണിയോടെയായിരുന്നു ഉപരോധം. മദ്യം നാട്ടിൽ വിൽക്കുന്നതിൽ സർക്കാരുകൾ മത്സരിക്കുകയാണെന്ന് പ്രവർത്തകർ ആരോപിച്ചു. മദ്യക്കുപ്പിയിൽ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്നെഴുതുന്നത് ഏറ്റവും വലിയ തമാശയാണ്. സർക്കാരും നിയമപാലകരും രാഷ്ട്രീയക്കാരും മദ്യരാജാക്കളും ചേർന്നുള്ള കൂട്ടുകെട്ടാണ് മദ്യവ്യാപനത്തിന് പിന്നിൽ. മദ്യത്തിന്റെ മുഖ്യ ഇരകൾ സ്ത്രീകളായതിനാലാണ് സ്ത്രീകൾ തന്നെ ഇതിനെതിരെ രംഗത്ത് വരുന്നത്. സമ്പൂർണ്ണ മദ്യനിരോധനം യാഥാർത്ഥ്യമാകും വരെ സമരം തുടരുമെന്നും പ്രവർത്തകർ അറിയിച്ചു. സംസ്ഥാന സെക്രട്ടറി ശ്രീജ നെയ്യാറ്റിൻകര ഉപരോധം ഉദ്ഘാടനം ചെയ്തു.
ബലാത്സംഗങ്ങളും സ്ത്രീ പീഡനങ്ങളും അവസാനം എത്തിനിൽക്കുന്നത് മദ്യപാനത്തിലാണ്. പൊന്നമ്മ ജോൺ, സുബൈദ കക്കോടി, സുഷമ കുന്നമംഗലം, സക്കീന ചെള്ളനൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സമരം ഉച്ചവരെ നീണ്ടുനിന്നു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ സാർവദേശീയ വനിതാ ദിനത്തോടനുബന്ധിച്ച് സെമിനാർ സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി കെ ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീയെ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് കോൺഗ്രസ് ജനശ്രീക്ക് രൂപം നൽകിയതെന്ന് കെ ശൈലജ ടീച്ചർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കോഴിക്കോട് ടൗൺ, സൗത്ത് നോർത്ത് ജില്ലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ സാർവദേശീയ മഹിളാ ദിനത്തോടനുബന്ധിച്ച് സെമിനാർ സംഘടിപ്പിച്ചു. കോഴിക്കോട് KST ഹാളിൽ നടന്ന സെമിനാർ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കെ ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീയെ പൂർണ്ണമായും തകർക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് കോൺഗ്രസ് ജനശ്രീയെ വളർത്തുന്നതെന്ന് കെ ശൈലജ ടീച്ചർ പറഞ്ഞു. അതിനെ അട്ടിമറിച്ചിട്ട് ജനശ്രീ എന്ന് പറയുന്ന ഒരു സ്വകാര്യ സംഘം ഉണ്ടാക്കിയിട്ട് കുടുംബശ്രീയെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് വേറെ അധ്വാനിച്ചു. പക്ഷെ നമ്മൾ വലിയ സമരം, രാപ്പകൽ സമരമൊക്കെ നടത്തി അതുപോലെ പ്രതിഷേധിച്ചു വന്നപ്പോ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നോർത്ത് ഏരിയ സെക്രട്ടറി M സത്യഭാമ അധ്യക്ഷം വഹിച്ചു. ജില്ലാ സെക്രട്ടറി MK നളിനി, പ്രസിഡന്റ് MM പത്മാവതി, മീര ദർശക്, അനിത എന്നിവർ സംസാരിച്ചു. വിലക്കയറ്റം തടയുക, 33% സ്ത്രീ സംവരണ നിയമം നടപ്പിലാക്കുക, കേന്ദ്ര കേരള സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ അവസാനിപ്പിക്കുക, സ്ത്രീ പീഡനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സെമിനാറിൽ ഉന്നയിച്ചു. വ്യാജ സ്വർണം നൽകി പണം തട്ടിയ കേസിൽ ഒരാൾ അറസ്റ്റിലായി. മലപ്പുറം സ്വദേശിയായ M രാജേന്ദ്രനെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് പിടികൂടിയത്. നിധി കിട്ടിയ സ്വർണമാണെന്ന് പറഞ്ഞ് പാലക്കാട് സ്വദേശിയിൽ നിന്നും 5 ലക്ഷം രൂപയാണ് ഇദ്ദേഹം കയ്യിലാക്കിയത്. പാലക്കാട്ട് കൂടല്ലൂർ പുളിക്കൽ വീട്ടിൽ ഹസൻ എന്നയാളിൽ നിന്നും നിധി കിട്ടിയ സ്വർണമാണെന്ന് പറഞ്ഞ് വ്യാജ സ്വർണ്ണക്കട്ടി നൽകി 5 ലക്ഷം രൂപ തട്ടിയെടുത്തയാളെ പോലീസ് പിടികൂടി. മലപ്പുറം സ്വദേശിയായ M രാജേന്ദ്രനെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പട്ടാമ്പിൽ ഫാൻസി കട നടത്തുന്ന ഹസൻ സുഹൃത്തായ നാസർ എന്നയാൾ പൊന്നാനിയിലുള്ള തങ്ങളുടെ കൈവശം നിധി കിട്ടിയ സ്വർണമുണ്ടെന്നും കുറഞ്ഞ വിലയ്ക്ക് തരാമെന്നും പറഞ്ഞ് പരിചയപ്പെടുത്തി. തുടർന്ന് ഹസൻ ഇവരെ ബന്ധപ്പെടുകയും നിധി താമരശ്ശേരിയിലുള്ള ഷാജിയുടെ കൈവശമാണെന്നും പറഞ്ഞു. തുടർന്ന് സ്വർണം വാങ്ങാമെന്നേറ്റ ഹസൻ ഷാജിയെ കാണുകയും കാട്ടിൽ നിന്നും കിട്ടിയ നിധിയാണെന്ന് പറഞ്ഞ് ലോഹക്കട്ടി കാണിക്കുകയും ചെയ്തു. കൂടാതെ ഹസൻ ആവശ്യപ്പെട്ടതിനനുസരിച്ച് ലോഹക്കട്ടിയിൽ നിന്ന് സ്വർണ്ണത്തരി എടുത്തു കൊടുക്കുകയും ചെയ്തു. സ്വർണം തന്നെയാണെന്ന് ബോധ്യപ്പെട്ട ഹസൻ 12 ലക്ഷം രൂപ കച്ചവടം ഉറപ്പിക്കുകയും 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത് സ്വർണം വാങ്ങുകയും ചെയ്തു. തുടർന്ന് നാട്ടിൽ കൊണ്ടുപോയി സ്വർണ്ണക്കട്ടി ഒരു കഷ്ണം മുറിച്ചു നോക്കിയപ്പോഴാണ് കബളിപ്പിക്കപ്പെട്ട കാര്യം ഹസൻ അറിഞ്ഞത്. തുടർന്ന് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ വേണുഗോപാലിന്റെ നിർദ്ദേശപ്രകാരം സൈബർ സെല്ലിന്റെ സഹായത്തോടെ മെഡിക്കൽ കോളേജ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഷാജി എന്നത് വ്യാജ പേരാണെന്നും രാജേന്ദ്രനാണ് യഥാർത്ഥ പേരെന്നും കണ്ടെത്തി. നോർത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ AV പ്രദീപ്, മെഡിക്കൽ കോളേജ് ഇൻസ്പെക്ടർ ഉല്ലാസ് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് രാജേന്ദ്രനെ അറസ്റ്റ് ചെയ്തത്. മത്സ്യബന്ധനത്തിനിടെ ബോട്ടുകാരുടെ വലയിൽ കുരുങ്ങിയ വമ്പൻ മുരിമീൻ നാട്ടുകാർക്ക് കൗതുകമായി. ഏകദേശം 200 കിലോയിലധികം തൂക്കം വരുന്ന മുരിമീനെ കാണാനായി നിരവധി പേരാണ് എത്തിയത്. പുതിയാപ്പിൽ നിന്നും കടലിൽ പോയ മത്സ്യത്തൊഴിലാളികൾക്കാണ് ഭീമൻ മത്സ്യത്തെ ലഭിച്ചത്. മത്സ്യബന്ധനത്തിനിടെ ബോട്ടുകാരുടെ വലയിൽ കുരുങ്ങിയ വമ്പൻ മുരിമീൻ നാട്ടുകാർക്ക് കൗതുക കാഴ്ചയായി. പുതിയാപ്പിൽ നിന്ന് കടലിൽ പോയ ബോട്ടുകാർക്കാണ് 200 കിലോയോളം ഭാരമുള്ള മത്സ്യം ലഭിച്ചത്. കോഴിക്കോട് മാർക്കറ്റിൽ എത്തിച്ച മീൻ മത്സ്യവ്യാപാരി പൊന്നമ്പറമ്പിൽ സിദ്ദീഖാണ് ഫറോക്ക് മാർക്കറ്റിൽ എത്തിച്ചത്. 2.5 മീറ്ററോളം നീളമുള്ള ഒറ്റ മീൻ ഒരു പെട്ടി ഓട്ടോയിലാണ് കൊണ്ടുവന്നത്. ഇത് മാർക്കറ്റിൽ ഇറക്കുന്നത് കണ്ടതോടെ നാട്ടുകാർ തടിച്ചുകൂടി. മൊബൈൽ ഫോണിൽ ചിത്രമെടുക്കാനും മറ്റും തിക്കും തിരക്കുമായിരുന്നു. കിലോയ്ക്ക് 350 രൂപയ്ക്കായിരുന്നു വിൽപ്പന. പുറംകടലിൽ വലവിരിച്ചിരിക്കവേ കഴിഞ്ഞ രാത്രിയിലാണ് ഭീമൻ മത്സ്യം ബോട്ടുകാരുടെ വലയിലകപ്പെട്ടത്. മത്സ്യം ഫറോക്ക് മാർക്കറ്റിൽ എത്തിച്ചതു മുതൽ വിൽപ്പന നടത്തുന്നതുവരെ ആളുകളുടെ തിരക്കായിരുന്നു. നഗരസ്വത്ത് ഭൂമാഫിയയ്ക്ക് നൽകാനുള്ള ശ്രമത്തിനെതിരെ സോഷ്യലിസ്റ്റ് ജനത സമരം ആരംഭിക്കുന്നു. ഇതിന്റെ ആദ്യഘട്ടമായി കോഴിക്കോട് നോർത്ത് സൗത്ത് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ തിങ്കളാഴ്ച കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തും. പാർട്ട്ണർ കേരള സംഗമത്തിൽ അവതരിപ്പിക്കുന്ന പദ്ധതികൾക്ക് പിന്നിൽ വൻ അഴിമതിയാണെന്നും ഇവർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ അടിയന്തര കൌൺസിൽ വിളിച്ചു ചേർത്ത് പാർട്ട്ണർ കേരള സംഗമത്തിൽ അവതരിപ്പിക്കാൻ പാസാക്കിയെടുത്ത പദ്ധതികൾ നഗരഭൂമി തട്ടിയെടുക്കാനും വൻ സാമ്പത്തിക അഴിമതിക്കും ഭൂമാഫിയകൾക്ക് സൗകര്യമൊരുക്കാൻ വേണ്ടിയുള്ളതാണെന്ന് സോഷ്യലിസ്റ്റ് ജനത നോർത്ത് സൗത്ത് മണ്ഡലം കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഭരണ പ്രതിപക്ഷ കൌൺസിലർമാരിൽ തന്നെ വ്യക്തത ഉണ്ടാവാത്ത പദ്ധതി തയ്യാറാക്കിയതിനു പിന്നിൽ ഭൂമാഫിയ തലവനായ പാർട്ടി നേതാവിന്റെ പങ്ക് ഉണ്ടെന്നാണ് ഭരണകക്ഷി കൌൺസിലർമാരടക്കം പറയുന്നതെന്നും അവർ പറഞ്ഞു. കോർപ്പറേഷന് നികുതിയേതര വരുമാനം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണെന്ന കാരണം പറഞ്ഞാണ് കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന നഗരസ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള ശ്രമം നടക്കുന്നത്. സ്റ്റേഡിയത്തിന് സമീപത്തെ പാർക്കിംഗ് പ്ലാസ, നടക്കാവിൽ കോർപ്പറേഷൻ കോളനി പൊളിച്ചു നീക്കുന്ന ഫ്ളാറ്റ് കം ഷോപ്പിംഗ് കോംപ്ലക്സ്, മീഞ്ചന്തയിലെ ബസ് ടെർമിനൽ തുടങ്ങിയ പദ്ധതികൾ കോർപ്പറേഷന് തന്നെ നേരിട്ട് നടത്താൻ സാധിക്കുന്ന പദ്ധതികളാണ്.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി വായ്പകൾ നൽകാൻ വേണ്ടി മാത്രം ഒട്ടേറെ സർക്കാർ ധനകാര്യ സ്ഥാപനങ്ങൾ നിലവിലുണ്ട്. അത്തരം രീതികൾ അവലംബിക്കാതെ നേതാവിന്റെ ബന്ധുക്കൾക്ക് നഗരസ്വത്ത് വർഷങ്ങളോളം കൈവശം വെച്ച് കോടികൾ കൊള്ളയടിക്കാൻ സൗകര്യമൊരുക്കുക എന്ന ഗൂഢലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളതെന്നും ഇവർ ആരോപിച്ചു. ഇത്തരം രീതികളിൽ കോർപ്പറേഷൻ നടത്തുന്ന സ്വജനപക്ഷപാത നടപടികൾ പൊതുജനമധ്യത്തിൽ തുറന്നുകാട്ടാനും ചെറുത്തു തോൽപ്പിക്കാനും വേണ്ടി സോഷ്യലിസ്റ്റ് ജനത പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുകയാണ്. ഇതിന്റെ ആദ്യഘട്ടമായി മാർച്ച് 10-ന് സൗത്ത് നോർത്ത് മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തും. ജില്ലാ വാർത്തകളിൽ ഇടവേള. Galaxy made of ABS material. ചേച്ചി റെഡി? എങ്ങനെ നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂളറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ. ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂളല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. 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 ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. Mine Diamonds from Malabar Golden Diamonds. Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി കേരളം സ്വകാര്യവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണെന്ന് കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ. കേരള ഗവൺമെന്റ് സ്റ്റുഡൻസ് നഴ്സസ് അസോസിയേഷൻ 34ാം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള ഗവൺമെന്റ് മേഖലയിലെ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും അവരിലെ സർഗാത്മകതയും സാമൂഹ്യബോധത്തെയും ഉണർത്തുന്നതിനും നിർണായക പങ്ക് വഹിക്കുന്ന സംഘടനയാണ് കേരള ഗവൺമെന്റ് സ്റ്റുഡന്റ് നഴ്സസ് അസോസിയേഷൻ. അസോസിയേഷന്റെ 34ാം ജില്ലാ സമ്മേളനം കോഴിക്കോട് വെച്ച് നടന്നു. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ നിർവഹിച്ചു. ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി കേരളം ഇന്ന് സ്വകാര്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിന്റെ അനന്തരഫലമായി പാവപ്പെട്ടവന് ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയാണുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നൊന്തുപെറ്റ കുഞ്ഞുങ്ങൾ ദിവസങ്ങളോളം വിശന്ന് പൊരിഞ്ഞ് കരയുമ്പോൾ അവർക്ക് ഒരു നേരമെങ്കിലും വയറു നിറയെ ആഹാരം കൊടുക്കാൻ കഴിയാതെ പോകുന്ന ഒരമ്മയുടെ നിർഭാഗ്യകരമായ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അതോടുകൂടി എന്താണ് ഈ മാധ്യമ പ്രവർത്തകരുടെ പരിപാടിയിൽ നീതു NB, ജിജോ P, M മുരളീധരൻ, P ഉഷാദേവി, നിഖിൽ T, ഉദയകുമാർ, വൈശാഖ് KK എന്നിവർ സംബന്ധിച്ചു. AMT യൂണിയനും പെൺകൂട്ടവും അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ഇരിക്കാനുള്ള അവകാശത്തിനായി സമരത്തിനൊരുങ്ങുന്നു. സമരത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ പ്രശസ്ത സാഹിത്യകാരി സാറ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ഇരിക്കാനുള്ള അവകാശത്തിനായി കഴിഞ്ഞ 6 വർഷങ്ങളോളമായി കോഴിക്കോട്ടും പരിസര പ്രദേശങ്ങളിലും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന AMT യൂണിയനും പെൺകൂട്ടും സമരത്തിനായി ഒരുങ്ങുന്നു. സമരത്തിന്റെ മുന്നോടിയായി പ്രകടനവും പൊതുസമ്മേളനവും മാനാഞ്ചിറ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ സംഘടിപ്പിച്ചു. സമ്മേളനത്തിൽ പ്രശസ്ത സാഹിത്യകാരി സാറ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. അന്വേഷി സാരഥി K അജിത, ദീദി, സോഫിയ ബിന്ദ്, സുൽഫത്ത്, ലിജുകുമാർ, KM സുനീഷ്, P വിജി, അഡ്വക്കേറ്റ് ദിവ്യ, സക്കീന എന്നിവർ സംസാരിച്ചു. പണം വോട്ട് ബാങ്കുകൾ ഉസ്മാന്റെ കയ്യിലാണ്. സ്ത്രീകൾ ഉസ്മാനെ വന്നാണ് ചോദിക്കുന്നത്. ഒരു വോയിസ് ഉണ്ട്, ഒരു സ്ത്രീകളുടെ പ്രത്യേകമായിട്ട് നിലപാടുന്നത് ഇവർ കരുതുന്നില്ല. അപ്പൊ നമ്മളെ ഇങ്ങനെ അവഗണിക്കാൻ പറ്റില്ല. ഇനി അങ്ങോട്ട് സ്ത്രീകളുടെ അവകാശങ്ങൾ, സ്ത്രീകളുടെ നിലനിൽപ്പ്, സ്ത്രീകളുടെ സുരക്ഷിതത്വം, സ്ത്രീ പുരുഷ സമത്വം ഇത് അക്ഷരം പ്രതി നടപ്പിലാക്കണമെന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ AMTU അതുപോലെയുള്ള പെൺകൂട്ടിൽ മറ്റ് സ്ത്രീ സംഘടനകൾ. സ്ത്രീ ശാക്തീകരണമല്ല ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ആദ്യം നടപ്പിലാക്കേണ്ടതെന്ന് കോഴിക്കോട് രൂപതാ ബിഷപ്പ് റൈറ്റ് റവറന്റ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ. ലോക വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി ജീവന CDS കാലിക്കറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് സെന്റ് ജോസഫ് പാരിഷ് ഹാളിൽ നടന്ന പരിപാടികളുടെ ഉദ്ഘാടനം കോഴിക്കോട് രൂപതാ ബിഷപ്പ് റൈറ്റ് റവറന്റ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ നിർവഹിച്ചു. സ്ത്രീ ശാക്തീകരണം നടപ്പാക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നും ആദ്യം നടപ്പാക്കേണ്ടത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗ്രാമങ്ങളെ ഉദ്ധരിക്കാനുള്ള ശ്രമങ്ങൾ ഭരണാധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇവിടെയുള്ള അമ്മമാരെ. ഫെഡറേഷൻ കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് സൗദാമിനി പി അധ്യക്ഷം വഹിച്ചു. ഫാദർ ആൽഫ്രഡ് വി സി, സിസ്റ്റർ ധന്യ എ സി, സിസ്റ്റർ സുനന്ദ, രമാദേവി ഒ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം KFPSA സംസ്ഥാന പ്രസിഡന്റ് MV ബേബി ഉദ്ഘാടനം ചെയ്തു. ശിക്ഷണസദനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കോഴിക്കോട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ഡോക്ടർ ആടലരശൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ശിക്ഷക് സദനിൽ സംഘടിപ്പിച്ചു. KFPSA സംസ്ഥാന പ്രസിഡന്റ് MV ബേബി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വനംവകുപ്പ് ജീവനക്കാരന് വേണ്ടി വാദിക്കുവാൻ രാഷ്ട്രീയക്കാരുണ്ടോ? ഇല്ല. വകുപ്പിന്റെ മേധാവികളുണ്ടോ? ഇല്ല. വനംവകുപ്പ് ജീവനക്കാരൻ അവന്റെ കൃത്യനിർവഹണത്തിന് വേണ്ടി നാട്ടിലിറങ്ങിയാൽ ഇടുക്കി ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും വയനാട് ജില്ലയിലും മലപ്പുറത്തുമെല്ലാം പുറത്തിറങ്ങിയാൽ കസ്തൂരി രംഗത്തെ പേര് പറഞ്ഞുകൊണ്ട് ആക്രമിക്കും. ജില്ലാ പ്രസിഡന്റ് പി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കോഴിക്കോട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ഡോക്ടർ ആടലരശൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. KFPSA സംസ്ഥാന ജനറൽ സെക്രട്ടറി N ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി P ഗിരീഷ്, MP ജേക്കബ്, NV സത്യൻ, P ബാബു, കുന്നോത്ത് ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സർവീസിൽ നിന്നും വിരമിച്ച സഹപ്രവർത്തകർക്ക് യാത്രയപ്പും മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിലുള്ള ഫോറസ്റ്റ് മെഡൽ ലഭിച്ച താമരശ്ശേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ P ഗിരീഷിനെ അനുമോദിക്കലും നടന്നു. തടവറയിൽ അകപ്പെട്ട ജീവിതത്തിന്റെ നേർക്കാഴ്ചയുമായി വിനയയുടെ ഫോട്ടോ പ്രദർശനം നളന്ദ ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചു. അലങ്കരിക്കപ്പെട്ട തടവറ എന്ന പേരിൽ ഒരുക്കിയ പ്രദർശനത്തിൽ സ്ത്രീജീവിതത്തിന്റെ സന്ദർഭങ്ങളിൽ നിന്നും പകർത്തിയ 70ഓളം ചിത്രങ്ങളാണുള്ളത്. ചെറുത്തുനിൽപ്പിലൂടെ അതിജീവനം സാധ്യമാണെന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ച വിനയുടെ ഫോട്ടോ പ്രദർശനം നളന്ദ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. അലങ്കരിക്കപ്പെട്ട തടവറ എന്ന പേരിൽ ഒരുക്കിയ പ്രദർശനത്തിൽ സ്ത്രീ ജീവിത സന്ദർഭങ്ങളിൽ നിന്നും പകർത്തിയെടുത്ത 70ഓളം ചിത്രങ്ങളാണ് ഉള്ളത്. സ്ത്രീകൾക്ക് നേരെയുണ്ടാവുന്ന അക്രമങ്ങൾ തടയാനും സ്ത്രീക്കും പുരുഷനും തുല്യ പങ്കാളിത്തം നൽകാനും സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അലമുറയിൽ നിയമം കൊണ്ടോ പദ്ധതികൾ കൊണ്ടോ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവില്ല എന്ന ബോധ്യമാണ് സ്ത്രീകളുടെ പ്രശ്നങ്ങളെ ചിത്രങ്ങളിലൂടെ വിനയ സമൂഹത്തോട് പറയുന്നത്. മുതിർന്ന സ്ത്രീ സമൂഹത്തിന് സ്ത്രീകൾക്കു നേരെയുതിരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാവില്ല. അത് വളർന്നു വരുന്ന കുട്ടികളുടെ മാത്രമേ സാധ്യമാവൂ എന്നാണ് വിനയ പറയുന്നത്. അതിനായി ആദ്യം കുട്ടികളുടെയും സ്ത്രീകളുടെയും വസ്ത്രധാരണത്തിൽ മാറ്റം വരേണ്ടത് ആവശ്യമാണെന്നും ഇവർ കൂട്ടിച്ചേർത്തു. അത് പ്രകൃതിപരമായിട്ടുള്ള നമുക്ക് ചാടാനും തുള്ളാനും അലറാനും മറിയാനുമുള്ള സാധ്യതയുണ്ട്. ഈ സാധ്യത പ്രകൃതിപരമാണ്. ഈ സാധ്യതയിൽ ബ്ലോക്ക് ഇടാതിരിക്കുക. ഈ സാധ്യതയിൽ ബ്ലോക്ക് ഇട്ടത് കൊണ്ടാണ് നമ്മൾ കൊല്ലാൻ ഗോവിന്ദസ്വാമിമാരെ ചാകാൻ സൗമ്യമാരെ സൃഷ്ടിക്കുന്നത്. തൃശൂർ സ്വദേശിയും പോലീസ് അക്കാദമി ജീവനക്കാരിയുമാണ് വിനയ. കൂടാതെ വനിതാ പ്രവർത്തകയും കൂടിയാണ്. വിനയ രചിച്ച സാന്നിധ്യം തന്നെ സമരം എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും പ്രദർശനത്തിനോടനുബന്ധിച്ച് നടന്നു. റെയിൽവേ മെയിൽ സർവീസ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ 2 ദിവസമായി നടന്നു വന്നിരുന്ന ഉത്തരമേഖല പഠന ക്യാമ്പ് സമാപിച്ചു. സമാപന ദിനത്തിൽ പോരാട്ടങ്ങളുടെ നാൾവഴികൾ എന്ന വിഷയത്തിൽ K ദാമോദരൻ, PV രാജേന്ദ്രൻ എന്നിവർ മുഖ്യപ്രഭാഷണങ്ങൾ നടത്തി. ഇടതുപക്ഷ സംഘടനയുടെ യൂണിയനുകളാണ് പഠന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഈസ്റ്റ് ഹിൽ യൂത്ത് ഹോസ്റ്റലിൽ നടന്ന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. പോരാട്ടങ്ങളുടെ നാൾവഴികൾ എന്ന വിഷയത്തിൽ നടന്ന പഠന ക്യാമ്പിൽ K ദാമോദരൻ, PV രാജേന്ദ്രൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. പുതിയ കാലത്തിൽ ഓരോരുത്തർക്കും എന്തു ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടതെന്ന് PV രാജേന്ദ്രൻ പറഞ്ഞു. എന്നാൽ മാത്രമേ പ്രസ്ഥാനം ശക്തിപ്പെടുകയുള്ളൂ. പഴയ കാലത്തെക്കുറിച്ചോർത്ത് നാം സമയം കളയാതെ ഇനി ചെയ്യാനുള്ളവയെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്നലകൾ എന്തായിരുന്നു എന്ന് അറിയാനുള്ള താല്പര്യപ്പെടുന്നു. പണിയിടങ്ങളിൽ സ്ത്രീ എവിടെയാണ് എന്ന വിഷയത്തിൽ നടന്ന ക്ലാസിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ PV ശോഭ നേതൃത്വം നൽകി. തുടർന്ന് ക്യാമ്പ് അവലോകനവും നടന്നു. റെയിൽവേ മേഖലയിൽ നിലവിലുള്ള വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും ക്യാമ്പിൽ ചർച്ച ചെയ്തു. 5 ജില്ലകളിൽ നിന്നായി നിരവധി പേർ ക്യാമ്പിൽ സംബന്ധിച്ചു. ജില്ലാ വാർത്തകളിൽ മറ്റൊരിടവേള. Galaxy made of ABS material. Galaxy made of ABS material. ഇടവേളയ്ക്ക് ശേഷമുള്ള വാർത്തകളിലേക്ക്.
ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൗൺസിലിന്റെ ഈ വർഷത്തെ അവാർഡുകൾ വിതരണം ചെയ്തു. ഈ വർഷത്തെ ഗ്ലോബൽ എക്സലൻസ് അവാർഡ് ഹൃദയരോഗ ചികിത്സാ വിദഗ്ധനായ ഡോക്ടർ കെ കുഞ്ഞാലിക്ക് കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ സമ്മാനിച്ചു. ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൗൺസിലിന്റെ ആഗോള മലയാളി സമ്മേളനം മന്ത്രി കെ സി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷനായിരുന്നു. ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൗൺസിലിന്റെ ഈ വർഷത്തെ ഗ്ലോബൽ എക്സലൻസ് അവാർഡ് ഹൃദ്രോഗ ചികിത്സാ വിദഗ്ധനും കേരള ഹാർട്ട് കെയർ സൊസൈറ്റി ഫൗണ്ടർ പ്രസിഡന്റുമായ കെ കുഞ്ഞാലിക്ക് കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ സമ്മാനിച്ചു. ജീവകാരുണ്യ ആതുര സേവന രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചുള്ളതാണ് അവാർഡ്. പത്രപ്രവർത്തന രംഗത്തെ മികവിനുള്ള അവാർഡ് മലയാള മനോരമ അസിസ്റ്റന്റ് എഡിറ്റർ കെ എഫ് ജോർജ്, മാതൃഭൂമി ചീഫ് സബ് എഡിറ്റർ ഡോക്ടർ കെ ശ്രീകുമാർ, പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരുദൂർ എന്നിവർ ഏറ്റുവാങ്ങി. ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൗൺസിലിന്റെ ആഗോള മലയാളി സമ്മേളനം മന്ത്രി കെ സി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. പ്രവാസി റീഹാബിലിറ്റേഷൻ സ്കീം ഫെഡറൽ ബാങ്ക് ജനറൽ മാനേജർ കെ ആർ വിജയകുമാറും പ്രവാസി എഡ്യൂക്കേഷൻ ഗൈഡൻസ് സെന്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ എം അബ്ദുൽ സലാമും ഉദ്ഘാടനം ചെയ്തു. ഗ്ലോബൽ NRI മാനുവലിന്റെ പ്രകാശനം കുവൈത്ത് ഫ്രണ്ട്സ് ഫോറം പ്രസിഡന്റ് ടി.സി. അഹമ്മദ് നിർവഹിച്ചു. കർണാടക ആരോഗ്യമന്ത്രി UT ഖാദർ, ആറ്റുകോയ പള്ളിക്കണ്ടി, മുഹമ്മദ് ഹസൻ, PA ഇബ്രാഹിം ഹാജി, CH ഇബ്രാഹിംകുട്ടി, കെ മൊയ്തീൻ കോയ, ഡോക്ടർ കെ മൊയ്തു, KK അബ്ദുൽ സലാം, കോമളം നായർ, KK ജോൺ, NK ഭൂപേഷ് ബാബു, കുളമട്ടം അഷ്റഫ്, MV കുഞ്ഞാമു, PV യാക്കൂബ്, P അനിൽ ബാബു, EV ഉസ്മാൻ കോയ തുടങ്ങിയവർ സംബന്ധിച്ചു. ആഗോളവൽക്കരണത്തിന്റെ ഫലമായി രാജ്യത്ത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം വർദ്ധിക്കുകയാണെന്ന് CUT അഖിലേന്ത്യാ സെക്രട്ടറി P നന്ദകുമാർ അഭിപ്രായപ്പെട്ടു. കേരള NGO യൂണിയൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള NGO യൂണിയൻ ജില്ലാ വാർഷിക സമ്മേളനത്തിന് കോഴിക്കോട്ട് തുടക്കം. ജില്ലാ പ്രസിഡന്റ് TM മൊയ്തീൻ പതാക ഉയർത്തി. NGO യൂണിയൻ ഹാളിൽ CUT അഖിലേന്ത്യാ സെക്രട്ടറി P നന്ദകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക ജീവിതത്തിന്റെ സർവ്വമേഖലയിലും നടപ്പാക്കുന്ന ആഗോളവൽക്കരണ നയം സിവിൽ സർവീസ് മേഖലയിലും നടപ്പിലാക്കുകയാണ്. UDF സർക്കാർ പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയതോടുകൂടി സിവിൽ സർവീസ് കേരളത്തിലും ഭീഷണി നേരിടുകയാണ്. ഇതിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് ഉയർത്തണമെന്നും P നന്ദകുമാർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി K ദാസൻ, FSCTO ജില്ലാ പ്രസിഡന്റ് RV അബ്ദുള്ള, കേന്ദ്ര കോൺഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് P അബ്ദുൾ നാസർ, LIC എംപ്ലോയീസ് യൂണിയൻ ഡിവിഷൻ സെക്രട്ടറി PP കൃഷ്ണൻ, BFEA ജില്ലാ സെക്രട്ടറി E ദേവദാസ്, M മുരളീധരൻ എന്നിവർ സംസാരിച്ചു. TA മൊയ്തീൻ അധ്യക്ഷനായിരുന്നു. K രാജചന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ടും AM വസന്തകുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സമ്മേളനം ശനിയാഴ്ച സമാപിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VK ഷീജ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആഗോളവൽക്കരണ കാലത്തെ ബദലുകൾ എന്ന വിഷയത്തിൽ കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ പ്രഭാഷണം നടത്തി. NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റായി T മൊയ്തീനെയും സെക്രട്ടറിയായി K രാജചന്ദ്രനെയും ട്രഷററായി MM വസന്തനെയും തെരഞ്ഞെടുത്തു. 38 വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിലിരുന്ന് തന്റെ ആദ്യ സിനിമ കാണാൻ സംവിധായകൻ KG ജോർജ് കൊയിലാണ്ടിയിലെ ദ്വാരക തിയേറ്ററിലെത്തി. മലബാർ മൂവി ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു അദ്ദേഹം. ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് KG ജോർജിനെ അവാർഡ് നൽകി ആദരിച്ചു. മലയാള സിനിമയിലെ പരമ്പരാഗത സംവിധാനങ്ങളെ മാറ്റിയെഴുതിയ സ്വപ്നാടനം സിനിമ പിറന്നിട്ട് 4 പതിറ്റാണ്ടോളമായെങ്കിലും ഇന്നും ഒരു മാറ്റവുമില്ലാതെ ആ പഴയ കാലത്തെ തന്നെ പുതിയ കാലത്തും കാണാൻ കഴിയുമെന്ന് സംവിധായകൻ KG ജോർജ് പറഞ്ഞു. സ്വപ്നാടനത്തിലൂടെ സിനിമാ രംഗത്തെ മികച്ച സംവിധായകന്റെ സാന്നിധ്യം അറിയിച്ച KG ഏറെ വർഷങ്ങൾക്ക് ശേഷം സിനിമ വീണ്ടും കണ്ട ശേഷം കൊയിലാണ്ടിയിൽ മലബാർ മൂവി ഫെസ്റ്റിവലിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. കൊയിലാണ്ടി ദ്വാരക തിയേറ്ററിൽ പ്രശസ്ത സിനിമാ പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ KG ജോർജ് മേള ഉദ്ഘാടനം ചെയ്തു. ആദി ഫൗണ്ടേഷൻ, കേരള ചലച്ചിത്ര അക്കാദമി, ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ്, കൊയിലാണ്ടി നഗരസഭ എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് 3 നാൾ നീണ്ടു നിൽക്കുന്ന മേള നടക്കുന്നത്. K ദാസൻ MLA അധ്യക്ഷം വഹിച്ചു. സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം KG ജോർജിന് കഥകളി ആചാര്യൻ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ നൽകി. സംവിധായകൻ ജോയ് മാത്യു മുഖ്യാതിഥിയായിരുന്നു. ഫെസ്റ്റിവൽ ബുക്ക് സംവിധായകൻ മോഹനൻ പ്രകാശനം ചെയ്തു. ഡോക്ടർ KCS വെങ്കടേശ്വരൻ ഏറ്റുവാങ്ങി. ചെലവൂർ വേണു ആമുഖ പ്രഭാഷണം നടത്തി. പുരസ്കാര ജേതാവിനെ കുറിച്ച് തിരക്കഥാകൃത്ത് ജോൺ പോൾ സംസാരിച്ചു. സംവിധായകൻ സുദേവൻ, നഗരസഭാ ചെയർപേഴ്സൺ ശാന്ത, പ്രൊഫസർ കൽപ്പറ്റൻ നാരായണൻ, നഗരസഭാ വൈസ് ചെയർമാൻ TK ചന്ദ്രൻ, EK അജിത്ത്, KK മുഹമ്മദ്, VP ഇബ്രാഹിംകുട്ടി, KP വിനോദ് കുമാർ, കൺവീനർ NE ഹരികുമാർ എന്നിവർ സംസാരിച്ചു. രാവിലെ സംഘടക സമിതി ചെയർപേഴ്സൺ K ശാന്ത പതാക ഉയർത്തി. മലയാള സിനിമയുടെ 100 വർഷങ്ങൾ പ്രദർശനവും നടന്നു. ലോക നിലവാരത്തിലുള്ള ഒരു ഫുട്ബോൾ സ്റ്റേഡിയം കോഴിക്കോട് നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ മുൻകൈയെടുക്കണമെന്ന് നഗരത്തിലെ മഹത്തായ ഫുട്ബോൾ പാരമ്പര്യം തിരിച്ചുകൊണ്ടുവരാനായി അഴിമതി വിരുദ്ധ ജനകീയ മുന്നണി സംഘടിപ്പിച്ച ജനകീയ ചർച്ച ആവശ്യപ്പെട്ടു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം KP സേതുമാധവൻ ജനകീയ ചർച്ച ഉദ്ഘാടനം ചെയ്തു.
പ്രശസ്തരായ ഫുട്ബോൾ കളിക്കാരും കളിയെഴുത്തുകാരും സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പങ്കെടുത്ത ചർച്ചയിൽ മികച്ചൊരു സ്റ്റേഡിയത്തിന്റെ അഭാവമാണ് കോഴിക്കോടിന്റെ ഫുട്ബോൾ പ്രതാപം അസ്തമിക്കാൻ കാരണമായതെന്ന് വിലയിരുത്തി. രാജ്യത്ത് കൊൽക്കത്ത കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ പ്രേമികളുള്ള നഗരം കോഴിക്കോടായിരുന്നു. ഓരോ ഫുട്ബോൾ മത്സരവും അരങ്ങേറുമ്പോഴും ജനങ്ങളുടെ ഐക്യവും സ്നേഹവും മൊത്ത സൗഹാർദ്ദവും ശക്തിപ്പെട്ടു വന്നു. ഫുട്ബോൾ ലഹരിയിൽ അഭിപ്രായ ഭിന്നതകളും തർക്കങ്ങളും അലിഞ്ഞുപോയിരുന്നു. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി രാജ്യാന്തര നിലവാരത്തിലുള്ള സ്റ്റേഡിയത്തിന്റെ അഭാവത്തിൽ ഇവിടെ ദേശീയതലത്തിലുള്ള ഒരു ഫുട്ബോൾ മേളയും അരങ്ങേറിയിട്ടില്ല. നിലവിലുള്ള കോർപ്പറേഷൻ സ്റ്റേഡിയം വർഷങ്ങളായി അറ്റകുറ്റപ്പണിയുമായി കിടക്കുന്നതാണ് കാരണമെന്നും ചർച്ചയിൽ അഭിപ്രായമുയർന്നു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം KP സേതുമാധവൻ ജനകീയ ചർച്ച ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട്ടെ ഫുട്ബോൾ ഭ്രാന്തി ഇല്ലാതാക്കാനാണോ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന്റെ പ്രവൃത്തി അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു. പഴയകാലത്തെ കളിക്കാരുമായി തട്ടിച്ചു നോക്കുമ്പോൾ പുതിയ കളിക്കാർക്ക് ആത്മാർത്ഥതയില്ലെന്ന് പറയുന്നവർ കളിക്കും കളിക്കാർക്കും വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളതെന്നും പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നടക്കാവ് മുഹമ്മദ് കോയ മോഡറേറ്ററായിരുന്ന ചർച്ചയിൽ പ്രമുഖ കളിയെഴുത്തുകാരൻ K അബൂബക്കർ, മുൻ ഫുട്ബോൾ താരങ്ങളായ മുഹമ്മദ് നജീബ്, ഹാരിസ് റഹ്മാൻ, മുൻ മേയർ CJ റോബിൻ, കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, AK മുസ്തഫ, കോർപ്പറേഷൻ കൌൺസിലർമാരായ K മുഹമ്മദ് അലി, P കിഷൻ ചന്ദ്, T കൃഷ്ണദാസ്, DCC സെക്രട്ടറി P മൊയ്തീൻ, പ്രമുഖ ഫുട്ബോൾ പ്രേമി ഓട്ടോ ചന്ദ്രൻ, K ആനന്ദകനകം, KP വിജയകുമാർ എന്നിവർ സംസാരിച്ചു. SK പൊറ്റക്കാട് സാഹിത്യ അവാർഡ് മലയാള മനോരമ അസിസ്റ്റന്റ് എഡിറ്റർ P ദാമോദരൻ, വടകര ഗവൺമെന്റ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പീയൂഷ് M നമ്പൂതിരിപ്പാട് എന്നിവർക്ക് മന്ത്രി KC ജോസഫ് സമ്മാനിച്ചു. SK പൊറ്റക്കാട് സാഹിത്യ അവാർഡ് ഡോക്ടർ പീയൂഷ് M നമ്പൂതിരിപ്പാടിനും P ദാമോദരനും സാംസ്കാരിക മന്ത്രി KC ജോസഫ് സമ്മാനിച്ചു. അളകാപുരിയിൽ നടന്ന ചടങ്ങിൽ പുരസ്കാര സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് TM വേലായുധൻ അധ്യക്ഷത വഹിച്ചു. പീയൂഷ് M നമ്പൂതിരിപ്പാടിന്റെ ഇന്നലകളിലൂടെ എന്ന കവിതാ സമാഹാരത്തിനും മലയാള മനോരമ അസിസ്റ്റന്റ് എഡിറ്റർ P ദാമോദരന്റെ വീടുകൾക്കപ്പുറം എന്ന ചരിത്രലേഖന സമാഹാരത്തിനുമാണ് അവാർഡ് നൽകിയത്. PK പാറക്കടവ് പ്രശംസാപത്രം സമർപ്പിച്ചു. വായന പ്രോത്സാഹിപ്പിക്കുന്നതിന് സ്വന്തം വീട്ടിൽ ലൈബ്രറി സ്ഥാപിച്ച സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി CV കാബിലിന് മന്ത്രി KC ജോസഫ് ഉപഹാരം നൽകി. അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ, KK അബ്ദുൽ സലാം എന്നിവർ അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി. ഡോക്ടർ പ്രിയദർശൻ ലാൽ, KF ജോർജ് എന്നിവർ അവാർഡ് കൃതികൾ പരിചയപ്പെടുത്തി. അവാർഡ് ലഭിച്ച പുസ്തകങ്ങൾ ഗവൺമെന്റ് മോഡൽ HSSന് വേണ്ടി PTA പ്രസിഡന്റ് NA റസാഖ് ഏറ്റുവാങ്ങി. UK കുമാരൻ, ഭാസി മലാപ്പറമ്പ്, പുരസ്കാര സമിതി സെക്രട്ടറി MP ഇംബിച്ച് അഹമ്മദ്, CEB അബ്ദുൽ ഗഫൂർ എന്നിവർ സംബന്ധിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കേരളത്തിലെ മരാധിഷ്ഠിത വ്യവസായ യൂണിറ്റുകൾക്ക് പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷനുകളിലെ D&O ലൈസൻസ് പുതുക്കുന്നതിന് കഴിഞ്ഞ കാലങ്ങളിലുള്ള ലൈസൻസ് ഫീസിനോടൊപ്പം പിഴയും പിഴപലിശയും വാങ്ങുന്നത് ഒഴിവാക്കി ഉത്തരവിറങ്ങിയതായി ഓൾ കേരള സോമിൽ ആൻഡ് വുഡ് ഇൻഡസ്ട്രീസ് ഓണേഴ്സ് അസോസിയേഷൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പഞ്ചായത്ത് ലൈസൻസ് പുതുക്കുന്നതിന് ഫോറസ്റ്റ് ലൈസൻസ് ആവശ്യമില്ലെന്ന് ഗവൺമെന്റ് ഇറക്കിയ 540/2013 ഉത്തരവിൽ വന്ന അപാകത പരിഹരിച്ച് പ്രസ്തുത ഉത്തരവ് വീണ്ടും ഇറക്കി മരാധിഷ്ഠിത വ്യവസായികളുടെ പ്രയാസം ദൂരീകരിക്കുന്നതിന് നടപടി വേണമെന്നും അവർ ആവശ്യപ്പെട്ടു. ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ സഹായത്തോടുകൂടി ലയൺസ് ക്ലബ് ഓഫ് കാലിക്കറ്റും സുമൻ എന്ന സംഘടനയും ചേർന്ന് 52 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച സുമൻ റിസർച്ച് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ 10 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് നിർവഹിക്കും. കെട്ടിടത്തിന്റെ താക്കോൽദാന കർമ്മം കോഴിക്കോട് കോർപ്പറേഷൻ മേയർ പ്രൊഫസർ AK പ്രേമജവും മുഖ്യപ്രഭാഷണം MK രാഘവൻ MPയും നിർവഹിക്കും. A പ്രദീപ് കുമാർ MLA മുഖ്യാതിഥിയായി പങ്കെടുക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. RMP സ്ഥാനാർത്ഥികളെ മാർച്ച് 12-ന് പ്രഖ്യാപിക്കും. പ്രധാന നേതാക്കൾ മത്സരരംഗത്തുണ്ടാകുമെന്ന് സൂചന. LDF-ൽ നിന്ന് RSP പുറത്തു വന്നാൽ പിന്തുണയ്ക്കുമെന്ന് N വേണു. SFI കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന് ഗവൺമെന്റ് പോളിടെക്നിക്കിൽ ഉജ്ജ്വല തുടക്കം. അഖിലേന്ത്യാ പ്രസിഡന്റ് V ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. മാർച്ച് 8 ലോക വനിതാ ദിനം. ബോധവൽക്കരണ പരിപാടികളുമായി ജില്ലയിൽ വിവിധ സംഘടനകൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Galaxy made of ABS material.